എത്ര നരച്ചിട്ടുള്ള വെളുത്ത മുടി നമുക്ക് നാച്ചുറലായിട്ട് തന്നെ 10 പൈസ ചിലവില്ലാതെ കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് പലതരത്തിലുള്ള ഡൈയും അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ തേക്കുമ്പോൾ നമ്മുടെ നരച്ച മുടി പെട്ടെന്ന് കറുപ്പിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അത് നമ്മുടെ മുടിക്കും അതുപോലെ തന്നെ തലക്കൊക്കെ ക്രമേണ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള നാച്ചുറൽ ഹെയർ ഡൈ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് റിസൾട്ട് കണ്ടാലും നമ്മുടെ മുടിക്കോ തലക്കോ യാതൊരുവിധ പ്രശ്നം ഉണ്ടാവില്ല. മാത്രമല്ല നമ്മുടെ മുടി നല്ല പോലെ തന്നെ വളരാൻ വേണ്ടിയിട്ടും ഉള്ളു വെക്കാനൊക്കെ ഈ ഒരു ഹെയർ ഡൈ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഒരുപാട് വീഡിയോസ് ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് നമ്മുടെ സവാളയുടെ തൊലിയാണ് കേട്ടോ. നമ്മൾ കുഞ്ഞുള്ളിയുടെ ചെറിയ ഉള്ളിയുടെ തൊലി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സവാളയുടെ തൊലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ തൊലി വെച്ചിട്ടാണ് കേട്ടോ ഈ ഡൈ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മളൊരു ചട്ടിയിലിട്ട് വറുത്തെടുക്കണം. വറുത്തെടുക്കല്ല നല്ല പോലെ തന്നെ നമ്മൾ കാണിച്ചു തരാം ഏത് പരുവത്തിലാണ് ഇത് എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ എടുക്കുമ്പോൾ കുറച്ച് വട്ടമുള്ള ചീനച്ചട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക. നമ്മളിതിൽ ഇട്ട് പോയതുകൊണ്ട് മാത്രം ഈ ഒരു പാത്രം എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമ്മൾ ഡൈ ഉണ്ടാക്കുന്ന ഒരു ചട്ടിയാണ്. അപ്പോൾ ഇത് എടുത്തു എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് വറുത്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കുറച്ച് വട്ടം കൂടിയിട്ടുള്ള ചീനച്ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇളക്കാനൊക്കെ സുഖമാണ്. അപ്പോൾ ഇതിലും നമ്മളൊന്ന് നല്ല പോലെ തന്നെ ഇതിൻ്റെ തൊലി ഒന്ന് കരിയിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. വറുത്തെടുക്കല്ല, ഇതിൻ്റെ തൊലി നല്ല പോലെ തന്നെ ഒന്ന് കരിയിച്ചെടുക്കണം. നമുക്കറിയാം ഉള്ളി നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ താരം മാറാൻ, മുടി നല്ല പോലെ തന്നെ കറുപ്പ് കളർ കിട്ടാൻ, കട്ടി വെക്കാൻ, ഇതിനൊക്കെ നമുക്ക് ഉള്ളിയുടെ നീര് നല്ലതാണ്. ആ ഒരു ഗുണം തന്നെ നമുക്ക് ഉള്ളിയുടെ തോലിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇത്രത്തോളം നമ്മൾ കരിയിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിന് മുൻപും കുറച്ച് ഇതുപോലെ ഒന്ന് കരിയിച്ച് പൊടിച്ച് വെച്ചതുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നല്ല കറുപ്പ് കളറിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, കരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് പൊടിച്ചെടുക്കണം, നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് കൂടുതലുണ്ടെങ്കിലുള്ളൂ നമുക്ക് മിക്സിയിലൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുക. അല്ലെങ്കിൽ അതിങ്ങനെ ഒരു തരി ആയിട്ട് നിൽക്കും. അപ്പോൾ കുറച്ച് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സിയിലൊക്കെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ടൻ ചായയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത് നല്ലൊരു 100% നമുക്ക് റിസൾട്ടുള്ള ഒരു ഹെയർ ഡൈ തന്നെയാണ്. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ നല്ല നരച്ചിട്ടുള്ള മുടിയൊക്കെ ഉള്ളവർ ഫസ്റ്റ് നമ്മളൊരു ഹെന്ന പാക്ക് മൈലാഞ്ചി തലയിൽ തേക്കുന്നതാവും നല്ലത്. അതിന് ശേഷം ഈ ഒരു ഹെയർ ഡൈ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇത് നമ്മൾ നല്ല പോലെ തന്നെ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊന്ന് തരിച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ ആ ഒരു തരി മാത്രം, നല്ല ഫൈനായിട്ടില്ല, പൗഡർ മാത്രം നമുക്ക് മതി. അപ്പോൾ ഇതൊന്ന് തരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ മിക്സിയിൽ പൊടിച്ചപ്പോൾ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല പോലെ തന്നെ ഫൈനാക്കി പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു അരിപ്പയിൽ വെച്ചിട്ട് തന്നെ കൈകൊണ്ട് നല്ലപോലെ ഞെരടി കൊടുക്കുമ്പോൾ തന്നെ ഒന്നുകൂടെ പൊടിയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കി പൊടിച്ചൊരു ഗ്ലാസ് ബോട്ടിലൊക്കെ ആക്കി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. നമ്മുടെ വേറെ ഏതെങ്കിലും പൗഡറിൻ്റെ ഒക്കെ പോലെ പെട്ടെന്ന് കേട് വന്ന് പോവില്ല. ഒരുപാട് നാൾ നമുക്ക് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ഇതൊരു മാസമെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി നല്ല പോലെ തന്നെ ഉള്ളു വെക്കും. അതുപോലെ തന്നെ നീളം ഉണ്ടാവും. നരച്ച മുടി നല്ല പോലെ തന്നെ കറുപ്പ് കളറും കിട്ടും. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന കരിഞ്ജീരകം, അതുപോലെ തന്നെ ഉള്ളിയുടെ തൊലി കരിയിച്ചെടുത്തത്, പിന്നെ നമ്മളൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട്. നമുക്കറിയാം നരച്ച മുടി കറുപ്പിക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു മിക്സ് നമ്മൾ ഓവർനൈറ്റ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഉണ്ടാക്കി ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് നോർമലി നമ്മുടെ ചെമ്പരത്തി താളിയോ അല്ലെങ്കിൽ നാച്ചുറലായിട്ട് കിട്ടുന്ന ഏതെങ്കിലും കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് കഴുകാം. അപ്പോൾ നമ്മുടെ ഇത് ഏകദേശം നമ്മുടെ മിക്സ് ഈ ഒരു ഉള്ളിയുടെ തൊലി നമ്മൾ നല്ല പോലെ തന്നെ കരിയിച്ചെടുത്ത് അതൊന്ന് പൊടിച്ച് ഇതുപോലെ തരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടെ നമ്മൾ കരിയിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ ഒന്നുകൂടെ ചേഞ്ച് ആയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത് നീലാമരിയുടെ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഒരു 3 സ്പൂണോളം നീലാമരിയുടെ പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം നമുക്ക് എത്രത്തോളം ഉള്ളിയുടെ തൊലി പൊടിച്ചതുണ്ടോ അത്രയും നമ്മൾ നീലാമരിയുടെ പൊടി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നരച്ച മുടി നല്ല പോലെ തന്നെ കറുപ്പ് കളറാവാൻ വേണ്ടിയിട്ട് നീലാമരി നല്ല പോലെ തന്നെ 100% നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് നീലാമരി. അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ഒരു മിക്സിലേക്ക് നമ്മൾ നീലാമരിയുടെ പൊടി ഒരു 3 സ്പൂൺ ചേർത്തിട്ടുണ്ട്.
പിന്നെ ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ മുടി 2 ഇരട്ടിയായിട്ട് വളരാനും അതുപോലെ തന്നെ നരച്ച മുടി വേരോടെ കറുപ്പ് കളറാവാൻ വേണ്ടിയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ കരിഞ്ജീരകം പൊടിച്ചത്. അപ്പോൾ ഇത് നമ്മൾ പൊടിക്കുന്നത് കാണിക്കുന്നില്ല, ജസ്റ്റ് നമ്മളൊന്ന് ചൂടാക്കി വറുത്ത് ചീനച്ചട്ടിയിലിട്ട് വറുത്ത് ഒന്ന് പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ മേലേക്ക് നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് കരിഞ്ജീരകം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ പൗഡർ മാത്രം മതി. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മളിതിൻ്റെ പൗഡർ മാത്രം എടുത്തിട്ടുണ്ട്. ഒരു 2 സ്പൂണോളം കരിഞ്ജീരകം പൊടിച്ചതാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വറുത്ത് പൊടിച്ച് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ കാണിക്കുന്നില്ല, മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. ഒന്നുമില്ല, നമ്മുടെ ചീനച്ചട്ടിയിൽ ഇട്ടാണ്ട് നല്ലപോലെ തന്നെ ഒന്ന് വറുത്ത് കരിയിച്ചെടുക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം പൊടിച്ച് ഇതേപോലെ ഈ ഒരു പാക്കിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം നമുക്ക് ആവശ്യമുള്ള മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു കട്ടൻ ചായയോ അല്ലെങ്കിൽ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നമുക്ക് വേണ്ടത് വീട്ടിൽ ആട്ടിയിട്ടുള്ള നല്ല നാടൻ വെളിച്ചെണ്ണയാണ്. ഇനി അതില്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാവണമെന്നില്ല, നമ്മുടെ വീടിൻ്റെ അടുത്തോ നമുക്ക് ഇപ്പോൾ മില്ലിലൊക്കെ ആട്ടിയ വെളിച്ചെണ്ണ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് തന്നെ നല്ല നാടൻ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ നമുക്കറിയാലോ നമ്മളെ ഒരു ഡൈയുടെ കട്ടി നമുക്കറിയാലോ, ആ ഒരു കട്ടിയാവുന്നത് വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ചായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഒഴിച്ചു കൊടുത്താൽ അത് അധികമാവും. അതുകൊണ്ട് നമ്മളിതാ ആവശ്യത്തിന് കുറച്ച് ഒഴിച്ച് നല്ല പോലെ തന്നെ അത് മിക്സാക്കി ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക. ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ നെറ്റിയിലും കഴുത്തിലൊക്കെ ഒലിച്ചിറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനി നമുക്ക് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം തലയിൽ മുഴുവനായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നാച്ചുറലായിട്ടുള്ള ഷാമ്പു താളിയൊക്കെ വെച്ചിട്ട് തല നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കുക. ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തേക്കുമ്പോഴാണ് കേട്ടോ റിസൾട്ട് കിട്ടുക. അപ്പോൾ ഏത് നാച്ചുറൽ ഹെയർ ഡൈ ചെയ്യുമ്പോഴും നമ്മൾ തലയിൽ ഒരു ഹെന്ന പാക്ക് ചെയ്യുന്നത് നല്ലതാവും. ഒറ്റ തവണ തേച്ചിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്നൊന്ന് പറഞ്ഞ് ആരും കമൻറ്റ് ചെയ്യരുത്. നാച്ചുറലായിട്ടുള്ള റെമഡീസ് എപ്പോഴും കുറച്ച് ലേറ്റ് ആയിട്ടാവും റിസൾട്ട് കിട്ടുക. അങ്ങനെ കിട്ടിയാലും നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.